എന്തിനാ ചേട്ടാ ഇന്ന് പഠിക്കുന്നു പോയില്ലേ? ഇല്ലടാ, ഇന്ന് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. എന്തേ? അതുകൊണ്ട് ആ നിക്കണ ചെറുക്കനെ നിനക്ക് എവിടെയെങ്കിലും വെച്ച് കണ്ട് പരിചയമുണ്ടോ? ഇല്ല. എന്തേ? അത് എന്റെ മോനെ. അതെനിക്കറിയില്ലായിരുന്നു. അവനിപ്പോ എന്ത് ചെയ്യുന്നേ? അവൻ 11ാം ക്ലാസ്സിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു. പരീക്ഷയൊക്കെ കഴിഞ്ഞു, 2 മാസം ലീവാ. അപ്പോ അവനെ നീ നിന്റെ കൂടെ ഒന്ന് കൂട്ടണം പണിക്ക്. ഞാനും അവള് രാവിലെ പണിക്കങ്ങ് പോകും. പിന്നെ ഇവനെ വീട്ടിൽ ഒറ്റയ്ക്ക് എത്തിയാൽ ശരിയാവൂല. അവൻ ഇത്ര പ്രായമുള്ള ചെക്കനല്ലേ, അവനെന്താക്കാനാ? ബുദ്ധി വിവരിച്ചിട്ട് കൂടിപ്പോയിന്റെ ഒരു പ്രശ്നമുണ്ട് ചെറുക്കന്. ഫോണിലും കളിക്കൂല, ആരുടെ കൂടെ കളിക്കാനും പോലും. വീട്ടിലിരുന്ന് ഇങ്ങനെ എന്തെങ്കിലും തട്ടിമുട്ടി പണിയെടുത്തോണ്ടിരിക്കും. പിന്നെ അത് എനിക്കൊരു പണിയാവും. ഇവിടെ ആകുമ്പോ നിന്റെ ഒരു മേൽനോട്ടം ഉണ്ടാവുമല്ലോ, പിന്നെ ഒരു തൊഴിൽ പഠിച്ചിരിക്കുകയും ചെയ്യാം. അത് ശരിയാണ്. എന്നാ വരാൻ പറ. അതോടെ ഇട്ടിട്ട് വേണം. മോനെ? അയ്യോ, ഒറ്റ ഒന്നേ ഉള്ളൂ, അത് തന്നെ ധാരാളം. ഇതാ എല്ലോച്ചോട്ടനോട് പണിക്കായിരിക്കും കേട്ടാ. എന്താ പേര്? ഇയോബ്. ഇയോന്ന് വിളിച്ചാ മതി. ഇയോ. എന്തോ? അങ്ങോട്ട് നോക്കോ, അവിടെ ആളുണ്ട്. ഇടാ, മര്യാദക്ക് അടങ്ങി ഒതുങ്ങിയതിൽ എന്റെ കണ്ണചരട്ടെ കൊത്തിപ്പൊട്ടിക്കും. അല്ല, അവന്റെ നോട്ടം കേട്ടാ. അല്ല, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് പേടിപ്പിച്ചിട്ടില്ലെങ്കിലേ ഇവൻ തലയൊക്കെ ഇരുന്ന് തൂറും. അപ്പൊ ഒരു കാര്യം കൂടെ, പിന്നെ അവനെ അധികം അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കണ്ട. മനസ്സിലായില്ല? അല്ല, എന്തെങ്കിലും ഒരു പണി ചെയ്ത് കഴിയുമ്പോ അത് കൊള്ളാം, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടേ അങ്ങനെ ഒന്ന് പറഞ്ഞു. അല്ല, അത് പിന്നെ വലിയ വിഷയമാവുന്നു. വയറിന്റെ സ്ലീവ് കളയാനൊക്കെ പിടിച്ചോ? കൊള്ളാലോടാ, പണിയൊക്കെ പഠിച്ചോ നീ? കൊള്ളാലോടാ. ഇത് നീ ചെയ്തയാണോ? കൊള്ളാടാ. ഹലോ. എന്തിനാ ചേട്ടാ, എന്താ പ്രശ്നം? നീ അവനെ പ്രോത്സാഹിപ്പിച്ചാ? എടാ, നീ അവനെ പ്രോത്സാഹിപ്പിച്ചോന്ന് നിന്നോട് ഞാൻ പറഞ്ഞടാ, അവനെ പ്രോത്സാഹിപ്പിക്കരുത്. എന്തിനാ ചേട്ടാ, എന്താ പ്രശ്നം? ഇന്നലെ വൈകുന്നേരം ഞാൻ എന്റെ കൂട്ടുകാരന്റെ മോന്റെ കല്യാണത്തിന് പോയായിരുന്നു. ആ തക്കം നോക്കിയാൽ മൈരിയർക്ക് മുൻമറത്തെ ലൈറ്റ് കത്തുന്നില്ല പറഞ്ഞിട്ട് ഈ വീട്ടിലത്തെ സ്വിച്ച് ബോർഡ് മൊത്തം അഴിച്ചു കുറച്ചു. കൊള്ളത്തോടെ ലൈറ്റ് വയറ് എല്ലാം അഴിച്ചത് അകത്തിട്ടേക്കുന്നു. കണ്ടോ, ഇതാണ് അവസ്ഥ. അവിടുന്ന് ഇവിടെ നല്ലൊരു പൊട്ടലും ചുറ്റിലും വിദ്യ തൊടാൻ പറ്റില്ല. അപ്പൊ ഷോക്കടി. ഭാര്യയാണ് പിണങ്ങി വീട്ടിലും പോയി. ചെക്കനെന്തി? അയ്യോ, അവന്റെ പണി കഴിഞ്ഞിട്ടില്ല. അവൻ ഇപ്പോഴും അകത്തിരുന്ന് പണിയെടുത്തോണ്ടിരിക്കുക. സൂക്ഷിച്ചു പോണേ. എന്താ രാശേ, ചെക്കന് ഭ്രാന്തായോ? അയ്യോ, എന്തോ